പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത വീണ്ടും പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ മനോഹര നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ രാത്രി നാം എല്ലാവരും കിടന്നുറങ്ങി ഒരു പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് അനുവദനീയമായി തന്നല്ലോ. ഇന്നത്തെ പ്രഭാതത്തിലും നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഈ സന്ദർഭം ഒരിക്കലും പാഴാക്കാതെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ആകയാൽ നമ്മെ ലജ്ജിപ്പിക്കാത്ത ആ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തെക്കുറിച്ചാണ് വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 5-ാം അധ്യായത്തെ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ച് പഠിക്കുന്നത്. ആ പഠനത്തിൽ നമ്മൾ ഇന്ന് 2ാമത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ധനികർക്കുള്ളൊരു താക്കീതാണെങ്കിൽ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. അത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അതിന് ധന്യനായ അപ്പോസ്തലനായ ഈ യാക്കോബ് 3 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. അതിൽ 7ാമത്തെ വാക്യത്തിൽ യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്, സഹോദരന്മാരെ, കർത്താവിൻ്റെ വരവോളം ക്ഷമയോടെ ഇരിപ്പീൻ എന്നാണ്. തൻ്റെ സഹോദരനായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലന് ഒരു ദൃഢമായ ഒരു ഉറപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ യാക്കോബിനറിയാം, വേഗത്തിൽ വരുന്ന ഒരു കർത്താവല്ല, മറിച്ച് കർത്താവ് എന്ന് വരും എന്ന് തൻ്റെ ശിഷ്യഗണങ്ങളോടോ തൻ്റെ സഹോദരങ്ങളോടോ തനിക്കുള്ള ആരോടും ഈ ഭൂമിയിലുള്ള ഒറ്റ മനുഷ്യരോടും കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് ഒരു വാഗ്ദത്തം തന്നത്, ഞാൻ പോയതുപോലെ വീണ്ടും വരും എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരാതെ ഇരിക്കുകയില്ല. കർത്താവ് വരും. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ കാത്തിരിക്കണമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട 3 ഉദാഹരണങ്ങൾ അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ 1ാമത്തെ ഉദാഹരണം അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ ഒരു കർഷകൻ്റെ ഉദാഹരണമാണ്. കർഷകൻ്റെ ഉദാഹരണം യാക്കോബ് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വിത്ത് വിതച്ചിട്ട് അതിൻ്റെ ഒരു മഴയ്ക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു കർഷകൻ. താൻ നിലമുഴുതു, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ആ പാകമായ നിലത്തിൽ താൻ വിത്ത് വിതയ്ക്കുകയാണ്. വിത്ത് വിതച്ചിട്ട് അടുത്ത പ്രഭാതത്തിൽ അത് മുളച്ചു വരണം എന്ന് പറഞ്ഞാൽ ആ വിത്തിന് ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അത് മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അത് എടുക്കേണ്ട പ്രോസസ്സെല്ലാം ചെയ്ത് എന്നിട്ട് ആ വിത്ത് അതിൻ്റേതായ തൈവേരോടുകൂടെ മുളച്ചു വരികയുള്ളൂ. നമുക്കറിയാം, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിനെന്ത് പ്രയോജനം എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണും. ആ ഗോതമ്പ് മണി അത് വീണ് അഴുകി അതിൻ്റെ അകത്തുനിന്ന് മുള പൊട്ടി പുറപ്പെടുന്നത് വരെ ഒരു കർഷകൻ അവൻ ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവ്
വേഗത്തിൽ വരുന്നവനാണ്. പക്ഷേ ആ വരവിനെ നാം നോക്കി പാർക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തത് പ്രവാചകന്മാരുടെ ഉദ്ധാകരണമാണ്. കർത്താവിൻ്റെ നാമത്തിൽ, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടതയുടെ മാതൃകയായി എടുക്കുവാനാണ് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രവാചക ശബ്ദത്തിന് ഒരു പ്രാധാന്യതയുണ്ട്. അതെങ്ങനെ? കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കുറിച്ചാണ്. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരുടെ ഒരു ഉദാഹരണം യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ വരച്ചു കാണിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടാമത് യാക്കോബ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? 10-ാം വാക്യത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ധന്യനായ പൗലോസ്ലീഗ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പദം ഈ പ്രഭാതത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി എന്ത് പറയേണ്ടു? ഗിദെയോൻ, ബാരാക്ക്, സിംശോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ എന്നാണ്. വിശ്വാസത്തിൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൾ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും സഹിച്ചു, കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്നാണ്. പ്രിയരെ, ശ്രദ്ധിച്ചേ, ഇതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. താങ്ക് യു സോ മച്ച്.